ഒ പി 10.0 ഓറിയന്റേഷൻ പ്രോഗ്രാം സെക്ഷൻ 04 സിലബസ് ഡീകോഡിംഗ് സെക്ഷനിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ സെക്ഷനിലോട്ട് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള MA എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ ആണ്. അതായത് സിലബസ് ഡീകോഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് എന്തുമാത്രം നമുക്ക് പഠിക്കാനുണ്ട്, എത്ര കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് ലെയിൻ വൈസ് എന്തൊക്കെ സപ്പോർട്ടുകളാണ് തരുന്നത്, അങ്ങനെയുള്ള ഒരു എൻറ്റയർ സെക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ പേര് തഹസീൻ, ഞാനാണ് എക്കണോമിക്സിന് മെൻറ്ററായിട്ട് വരുന്നത്. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ എൻ്റെ കൂടെ MSWയുടെ മെൻറ്ററായിട്ടുള്ള ഫാത്തിമ മാം ഉണ്ട്. SSC ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫാത്തിമ ബേബി മാമും നമ്മുടെ കൂടെ ഉണ്ട്. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കോഴ്സ്, അതിന്റെ കോഡുകൾ, എത്ര ബ്ലോക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, എത്ര യൂണിറ്റുകളുണ്ട്, എങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ലെയിൻ വൈസിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് ലെയിൻ വൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ എക്സാംസ് എങ്ങനെയാണ്, അസൈൻമെന്റ്സ് എങ്ങനെയാണ്, അതിനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ കൂടാതെ ലെയിൻ വൈസിൽ നിന്നും എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും അവസാനമായിട്ട് ഒരു ആക്ഷൻ ടാസ്കും നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ഷൻ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സെക്ഷൻസിന്റെയും അവസാനം നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു സെക്ഷൻസിനും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി 5 ലെയേഴ്സ് ആണ്. 5 ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഗ്രാം നമുക്കറിയാം. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് MA എക്കണോമിക്സ് ആണ്. MEAEC എന്നാണ് നമ്മുടെ പ്രോഗ്രാം കോഡായിട്ട് വരുന്നത്. നമുക്ക് സെം വൈസ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മൾക്ക് ഇയർ വൈസ് ആയിട്ടാണ് എക്സാംസും കാര്യങ്ങളും എല്ലാം വരുന്നത്. സോ ഫസ്റ്റ് ഇയേഴ്സിന്റെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സിലബസും കാര്യങ്ങളും ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ സെക്കൻഡ് ആയിട്ട് കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ട്, അതിന്റെ ടൈറ്റിൽ ഉണ്ട്, എത്ര ക്രെഡിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ കോഴ്സിലും വരുന്ന ബ്ലോക്കുകൾ എത്രയാണ്, എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, അതിന്റെ കോഡ്, ടൈറ്റിൽസ്, അതുപോലെ എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, പിന്നെ അസൈൻമെന്റ്സും നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും എങ്ങനെയാണ് നമുക്ക് വരുന്നത്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 2 ഇയർ പ്രോഗ്രാം ആണ്. നമുക്ക് 2 ഇയർ പ്രോഗ്രാം ആണെങ്കിലും ഒരു 4 ഇയേഴ്സിന്റെ ഒരു കംഫർട്ട് സോൺ നമുക്കുണ്ട്. സോ 4 ഇയർ കൊണ്ട് നമുക്ക് ആക്ച്വലി ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അത് ഈവൻ ബിസി ഷെഡ്യൂൾസ് ഒക്കെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. നമുക്ക് ഈ പറയുന്ന പോലെ 2 ഇയേഴ്സ് ആണ് നമ്മുടെ കോഴ്സ് വരുന്നത്. 4 ഇയേഴ്സിന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം 6 പേപ്പേഴ്സ് ആണുള്ളത്. 6 നമ്മുടെ കമ്പൽസറി പേപ്പേഴ്സ് ആണ്, അതായത് കോർ പേപ്പേഴ്സ് ആണ് 6 പേപ്പേഴ്സ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ളി അവൈലബിൾ എന്ന് കാണിക്കുന്നത് ആക്ച്വലി നമുക്ക് ലേൺ വൈസിൽ അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള 6 കോഴ്സസിന് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഫുള്ളി അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വീഡിയോ ക്ലാസ്സുകളും ലെക്ചേഴ്സുകളും അതുപോലെ ലൈവ് സെക്ഷൻസുകളും മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് MEC 101 മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അതായത് ആ 30 ഹവേഴ്സ് ആണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ 6 into 30 അത്രയും ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ കോഡാണ് MEC 101 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും ഡിഫറെന്റ് കോഡ്സ് ആയിരിക്കും. അപ്പോൾ സബ്ജക്റ്റുകളും അതിന്റെ കോഡുകളും നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നെക്സ്റ്റ് MEC 102 മാക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ്, MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, MEC 109 റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ്, MEC 205 ഇന്ത്യൻ എക്കണോമിക് പോളിസി, MEC 104 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും സബ്ജക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റിന്റെയും മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത്
സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ആക്ച്വലി നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് സെമ്മിൽ 3 കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഫോർത്ത് സെമ്മിലോട്ടാകുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ആണ്, അതായത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ സെറ്റ് ഓഫ് ഇലക്ടീവ്സ് ഉണ്ട്. സെറ്റ് ഓഫ് ഇലക്ടീവ്സ് എന്ന് വെച്ചാൽ ABCD എന്ന് പറയുന്ന 4 സെറ്റ് ഉണ്ട്. 4 സെറ്റിലും 20 ക്രെഡിറ്റ്സ് വീതം വരുന്ന സബ്ജക്റ്റുകളും 20 ക്രെഡിറ്റ്സ് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള സബ്ജക്റ്റുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഫോർത്ത് സെമ്മിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ആകെയുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് 20 ക്രെഡിറ്റ്സ് തികയ്ക്കുക എന്നുള്ളതാണ് ഫോർത്ത് സെമ്മിൽ. ഓക്കെ, തേർഡ് സെമ്മിൽ ഓൾറെഡി 3 പേപ്പേഴ്സ് നമുക്ക് കമ്പൽസറി ആണ്. ഫോർത്ത് സെമ്മിൽ 20 ക്രെഡിറ്റ്സ് തികയ്ക്കാൻ ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഫോർത്ത് സെമ്മിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇയറിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന MEC 106 പബ്ലിക് എക്കണോമിക്സ്, MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, MEC 110 മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്. ഈ ഒരു 3 പേപ്പറാണ് നമുക്ക് തേർഡ് സെമ്മിൽ വരുന്നത്. ഇതിന്റെ എല്ലാം തന്നെ ഫുള്ളി അവൈലബിൾ ആയിട്ടാണ് എല്ലാ മെറ്റീരിയൽസും ഉണ്ടായിരിക്കുക. ഇനി ബാക്കിയെല്ലാം വരുന്നത് നമ്മുടെ ഫോർത്ത് സെമ്മിൽ വരുന്ന സെറ്റ് ഓഫ് ഇലക്ടീവ്സിൽ നിന്നും ലേൺവേസ് ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇലക്ടീവ് പേപ്പേഴ്സുകളാണ്. അപ്പൊ അതിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് MECE 101 Introductory Econometrics Methods, MECE 102 Advanced Econometrics Methods, MCS 226 Data Science and Big Data, MCS 224 Artificial Intelligence and Machine Learning, MGSE 009 Gender Issues in Work, Employment and Productivity. ഓക്കെ, അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളുടെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി പറയാൻ പോകുന്ന സബ്ജക്റ്റുകൾ നമുക്ക് മെറ്റീരിയൽസ് ഓൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്ലാസ്സുകളോ ലൈവ് സെക്ഷൻസോ നമുക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതിന്റെ അസൈൻമെന്റ് സപ്പോർട്ടുകളും മെറ്റീരിയൽസും മാത്രമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ MGG 011 Geographical Information System 1, MECE 104 Economics of Environmental and Social Sector, MECE 103 Actuarial Economics, MGPE 6 Gandhi's Economic Thought, MWGO 11 Women in the Economy, MGGL 004 Geospatial Analysis. ഓക്കെ, അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളുടെ മെറ്റീരിയൽസ് ഓൺലി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ഫോർത്ത് സെമ്മിലുള്ള ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ഓപ്റ്റ് ചെയ്യാം. പ്രൊജക്ട് ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, വേണമെങ്കിൽ മാത്രം നമുക്ക് പ്രൊജക്ട് ഓപ്റ്റ് ചെയ്താൽ മതി. പ്രൊജക്റ്റിന് പകരം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് പേപ്പേഴ്സ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയേഴ്സിൽ നമുക്ക് MEC 101 മൈക്രോ എക്കണോമിക്സ്, അതുപോലെ MEC 102 മൈക്രോ എക്കണോമിക്സ് അനാലിസിസ്, അതുപോലെ MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, അതുപോലെ MEC 104 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, MEC 109 റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ്, MEC 205 ഇന്ത്യൻ എക്കണോമിക് പോളിസി. അപ്പോൾ ഓരോ സെമ്മിലും നമുക്ക് 20 ക്രെഡിറ്റ്സ് വീതമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമ്മിലുള്ളതാണ് ഞാൻ ആദ്യം വായിച്ചത്, മൈക്രോ, മാക്രോ, QT എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകൾ. സെക്കൻഡ് സെമ്മിലോട്ട് വരുമ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും റിസർച്ച് മെത്തേഡ്സും ഇന്ത്യൻ എക്കണോമിക് പോളിസി. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓരോ സെമ്മിലും 20 ക്രെഡിറ്റ്സ് ആണ്. ടോട്ടൽ 80 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ തേർഡ് സെമ്മിൽ നോക്കുമ്പോൾ 3 കോഴ്സസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 ക്രെഡിറ്റ്സ് അയക്കുന്ന 3 കോഴ്സസുകളുണ്ട്. MEC 106 പബ്ലിക് എക്കണോമിക്സ്, MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, MEC 110 മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാർക്കറ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് ABCD എന്ന് പറയുന്ന 4 സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സെറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് A എന്ന് പറയുന്ന സെറ്റ് ആണ്. 24 ക്രെഡിറ്റ്സ് ആണ് ടോട്ടലായിട്ട് അതിൽ വരുന്നത്. അതിൽ വരുന്ന സബ്ജക്റ്റുകളാണ് MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MECE 102 അഡ്വാൻസ് എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MCS 226 ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ, MCS Artificial Intelligence and Machine Learning, MGG 011 Geographical Information System 1 and MECE 102 Project Work 1. സോ ഈ ഒരു 24 ക്രെഡിറ്റ് ഉള്ളതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 സെറ്റ് ഉണ്ട്. ABCD എന്ന് 4 സെറ്റ് ഉണ്ട്. ഇത് A എന്ന് പറയുന്ന സെറ്റാണ്. അപ്പൊ ഈ ഒരു സെറ്റിലാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ 20 ക്രെഡിറ്റ്സ് തയ്ക്കാൻ പറ്റുന്നതിന് അനുസരിച്ചിട്ട് ആ സബ്ജക്റ്റുകൾ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി B എന്ന സെറ്റ് നോക്കാം. MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക് മെത്തേഡ്, MECE 102 അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സ് മെത്തേഡ്, MECE 104 എക്കണോമിക്സ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ സെക്ടർ, MECP 101 പ്രൊജക്ട് വർക്ക് 2. ഓക്കെ, ഇതാണ് B എന്ന് പറയുന്ന സെറ്റ്. ടോട്ടൽ 20 ക്രെഡിറ്റ്സ് ആണ്. ഇനി നിങ്ങൾക്ക് B എന്ന സെറ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു 4 സബ്ജക്റ്റും നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ടോട്ടൽ 24 ക്രെഡിറ്റ്സ് അതിൽ വരുന്നുള്ളൂ.
ഇനി സി എന്ന ഗ്രൂപ്പ് നോക്കുമ്പോൾ MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MECE 102 അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MECE 103 ആക്ച്വറിയൽ എക്കണോമിക്സ്, MECEP 101 പ്രൊജക്ട് വർക്ക് 2. ഓക്കെ, ഇപ്പൊ സി ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു സെറ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രൊജക്ട് വർക്ക് വരുന്നില്ല. സോ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന സിലബസുകൾ ഏതൊക്കെയാണ്, എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് MEC 101 മൈക്രോ എക്കണോമിക് അനാലിസിസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പറിൽ ആക്ച്വലി നോക്കുവാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇവൻ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. കൺസ്യൂമേഴ്സ് എന്താണ്, പ്രൊഡക്ഷൻസ് എന്താണ്, പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, മാർക്കറ്റ് വൈസിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കോസ്റ്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഇനി ബേസിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എക്കണോമിക്സ് യാതൊരു റിലേഷൻസും ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് എക്കണോമിക്സ് പഠിക്കുന്നത്, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മൈക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ എടുക്കുക. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്നത് റിയൽ വേൾഡുമായിട്ട്, അതായത് റിയൽ ലൈഫുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുഭാഗമായിട്ട് നമുക്ക് ഒത്തിരി തവണ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത കടയിൽ പോകുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ നെയിംസ് കണ്ടിട്ടോ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. പഠിക്കുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കുക, കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യുക. ഓക്കെ, അതുപോലെ ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ്, വാങ്ങുന്ന ആളുകളാണ്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിൽക്കുന്ന ആളുകളെയാണ്. സോ ഇത് എപ്പോഴും നിങ്ങളുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലോട്ട് വരാം. ഫസ്റ്റ് ബ്ലോക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്നാണ്. 3 യൂണിറ്റുകളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ബേസിക് തീംസ്. യൂണിറ്റ് 2 തിയറി ഓഫ് ഡിമാൻഡ്. യൂണിറ്റ് 3 തിയറി ഓഫ് ഡിമാൻഡ്, സം റീസെന്റ് ഡെവലപ്മെന്റ്സ്. ഓക്കെ, ബ്ലോക്ക് 2 പ്രൊഡ്യൂസർ ബിഹേവിയർ. 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 4 തിയറി ഓഫ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 5 തിയറി ഓഫ് കോസ്റ്റ്. യൂണിറ്റ് 6 പ്രൊഡക്ഷൻ എക്കോണമിക്സ്. ആൻഡ് ബ്ലോക്ക് 3 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ബ്ലോക്ക് 3 പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. യൂണിറ്റ് 8 മോണോപോളി. യൂണിറ്റ് 9 മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ. യൂണിറ്റ് 10 ഒലിഗോപോളി. ഇത് 4 മാർക്കറ്റുകളാണ്, എക്കണോമിക്സിൽ ഉണ്ടാകുന്ന 4 മാർക്കറ്റുകളാണ്. ആ 4 മാർക്കറ്റിലും നമ്മൾ മുമ്പത്തെ 2 ബ്ലോക്കിലും പഠിക്കുന്ന കൺസ്യൂമേഴ്സും പ്രൊഡക്ഷനും എങ്ങനെയാണെന്നുള്ളതാണ് ഈ 4 മാർക്കറ്റിൽ നമുക്ക് പഠിക്കാൻ. ആൻഡ് ബ്ലോക്ക് 4 ജനറൽ ഇക്വിലിബ്രിയം. യൂണിറ്റ് 11 ജനറൽ ഇക്വിലിബ്രിയം പ്യുവർ എക്സ്ചേഞ്ച് മോഡൽ. യൂണിറ്റ് 12 ജനറൽ ഇക്വിലിബ്രിയം വിത്ത് പ്രൊഡക്റ്റ്. ആൻഡ് ബ്ലോക്ക് 5 വെൽഫെയർ എക്കോണമിക്സ്. 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 13 പിഗോഡിയൻ വിയസ് parental approach. Unit 14 social welfare function. Unit 15 imperfect market, externality and public goods. Unit 16 social choice and welfare. And block 6 economies of uncertainty. 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 17 ചോയ്സ് ഇൻ അൺസർട്ടൻ സിറ്റുവേഷൻസ്. യൂണിറ്റ് 18 ഇൻഷുറൻസ് ചോയ്സ് ആൻഡ് റിസ്ക്. യൂണിറ്റ് 19 എക്കോണമിക്സ് ഓഫ് ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 ബ്ലോക്കുകളാണെങ്കിലും നമുക്ക് വെൽഫെയർ എക്കണോമിക്സ് എന്ന് വെച്ചാൽ അതിലുള്ള ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് ഓരോ എക്കണോമിസ്റ്റുകളും എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്, അതിന്റെ തിയറീസ് എന്താണ് എന്നുള്ളതാണ് ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. എക്കോണമിക്സ് ഓഫ് അൺസർട്ടനിറ്റിയിൽ നോക്കുവാണെങ്കിൽ അതിന്റെ റിസ്ക്, അല്ലെങ്കിൽ അതിന്റെ അൾട്ടർനേറ്റീവ് വേർഷൻസ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ബ്ലോക്ക് 6 നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ബ്ലോക്ക് 7 നോൺ കോർപ്പറേറ്റീവ് ഗെയിം തിയറി 1 യൂണിറ്റ്, അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 20 സ്റ്റാറ്റിക് ഗെയിംസ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. യൂണിറ്റ് 21 സ്റ്റാറ്റിക് ഗെയിംസ് വിത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അപ്ലിക്കേഷൻസ്. യൂണിറ്റ് 22 ഡൈനാമിക് ഗെയിംസ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ്. ആൻഡ് ബ്ലോക്ക് 8 നോൺ കോർപ്പറേറ്റീവ് ഗെയിം തിയറി. ഓക്കെ, രണ്ടും എന്താ പറയുക തുടർച്ചയായിട്ട് കണ്ടിന്യൂറ്റി ഉള്ള 2 ബ്ലോക്കുകളാണ്. ആൻഡ് യൂണിറ്റ് 23 സ്റ്റാറ്റിക് ഗെയിംസ് ആൻഡ് ഓഫ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. യൂണിറ്റ് 24 ഡൈനാമിക് ഗെയിംസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ, പെർഫെക്റ്റ് ബയാസിസ് ഇക്വിലിബ്രിയം. യൂണിറ്റ് 25 സിഗ്നലിംഗ് ഗെയിംസ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻസ്. യൂണിറ്റ് 26 റീഫിൽമെന്റ് ഓഫ് പെർഫെക്റ്റ് ബയാസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ ഇത്രയാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് MEC 102 മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മാക്രോ ഇക്കണോമിക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ എന്ത് നടക്കുന്നു, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് അത് നടക്കുന്നത്, അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങൾ മാക്രോ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൺട്രിയിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റു കൺട്രീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അതും റിയൽ ലൈഫായിട്ട് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ടു മാക്രോ എക്കണോമിക്സ്. ട്രഡീഷണൽ അപ്രോച്ചസ് എന്ന് വെച്ചാൽ ഓരോ എക്കണോമിസ്റ്റുകളും ആദ്യകാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ എക്കണോമിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 1 ദ ക്ലാസിക്കൽ അപ്രോച്ച്, യൂണിറ്റ് 2 ദ കെയ്നീഷ്യൻ മോഡൽ, യൂണിറ്റ് 3 ദ നിയോ ക്ലാസിക്കൽ സിന്തസിസ്, യൂണിറ്റ് 4 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് 1, യൂണിറ്റ് 5 ഓപ്പൺ എക്കോണമി ഇൻ മാക്രോ എക്കണോമിക്സ് 2. ഓക്കെ. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, യൂണിറ്റ് 6 ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, യൂണിറ്റ് 7 റാഷണൽ എക്സ്പെക്ടേഷൻസ്. ബ്ലോക്ക് 3 ഇന്റർടെമ്പറൽ ഡിസിഷൻസ് ഓഫ് മേക്കിംഗ്, അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 8 കൺസെപ്ഷൻ ആൻഡ് അസറ്റ് പ്രൈസ്, യൂണിറ്റ് 9 റംസേക്കസ് കൂപ്പൺസ് മോഡൽ, യൂണിറ്റ് 10 ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ. ആൻഡ് ബ്ലോക്ക് 4 തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ, 2 യൂണിറ്റാണ് വരുന്നത്. യൂണിറ്റ് 11 ട്രഡീഷണൽ മോഡൽസ് ഓഫ് ബിസിനസ് സൈക്കിൾ, യൂണിറ്റ് 12 റിയൽ ബിസിനസ് സൈക്കിൾ. ആൻഡ് ബ്ലോക്ക് 5 ലേബർ മാർക്കറ്റ്, 2 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 13 നോമിനൽ ആൻഡ് റിയൽ റിജിഡിറ്റീസ്, യൂണിറ്റ് 14 സെർച്ച് തിയറി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ആൻഡ് ബ്ലോക്ക് 6 ഇഷ്യൂസ് ഇൻ മോണിറ്ററി പോളിസി, അതിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 15 സെൻട്രൽ ബാങ്ക് ആൻഡ് സപ്ലൈ ഓഫ് മണി, യൂണിറ്റ് 6 conduct of monetary policy, unit 17 theory of monetary policy. And block 7 physical policy and macroeconomics, unit 18 physical policy, unit 19 physical sustainability. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക. ഈ പറയുന്ന പോലെ നിങ്ങൾ വൈഡ് ആയിട്ട് ചിന്തിക്കുക, വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ റിലേറ്റ് ചെയ്യാനായിട്ടുണ്ടായി. ആൻഡ് MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. QT എന്ന് പറയുന്നത് ആക്ച്വലി പ്രോബ്ലം പേപ്പർ ആണ്, മാത്സ് ആണ് നമുക്ക് ബേസിക്കലി വരുന്നത്. സോ നിങ്ങൾക്ക് മാത്സിൽ ബേസിക് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മാത്സ് ഉള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ +2 സയൻസിന്റെ മാത്സിന്റെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കാണുവാണെങ്കിൽ നമുക്ക് ഈ ഒരു QT പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ ഒരു ബേസിക്കിലാണ് നമ്മുടെ മാത്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ്, അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 1 ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ്, ആൻഡ് യൂണിറ്റ് 2 ഓവർവ്യൂ ഓഫ് ബേസിക് മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്സ്, യൂണിറ്റ് 3 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, യൂണിറ്റ് 4 coordinate geometry and representation of functions. And block 2 linear algebra, അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. മെട്രിക്സ്, വെക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം. സോ ബ്ലോക്ക് യൂണിറ്റ് 5 മെട്രിക്സ് അൽജിബ്ര, യൂണിറ്റ് 6 വെക്ടർ അനാലിസിസ്, യൂണിറ്റ് 7 വെക്ടേഴ്സ് ആൻഡ് മെട്രിക്സ്, യൂണിറ്റ് 8 വെക്ടേഴ്സ് ആൻഡ് മെട്രിക്സ് റെപ്രസെന്റേഷൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ആൻഡ് ബ്ലോക്ക് 3 കാൽക്കുലസ്, അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 9 എന്ന് പറയുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, യൂണിറ്റ് 10 ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ, യൂണിറ്റ് 11 ഇൻ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻസ് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾ, യൂണിറ്റ് 12 ഇന്റഗ്രൽ കാൽക്കുലസ്, ഇന്റഗ്രേഷൻസ്, ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ബ്ലോക്ക് 4 റിയൽ അനാലിസിസ്, യൂണിറ്റ് 13 റിയൽ അനാലിസിസ്, യൂണിറ്റ് 14 കാൽക്കുലസ് ഓഫ് സെവറൽ വേരിയബിൾസ്, യൂണിറ്റ് 15 ബേസിക് കൺസെപ്റ്റ് ഓഫ് മെട്രിക് സ്പേസ് ആൻഡ് പോയിന്റ് സെറ്റ് ടോപ്പോളജി. ആൻഡ് ബ്ലോക്ക് 5 എക്സ്ട്രീം വാല്യൂസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 16 ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 17 അൺകൺസ്ട്രെയിൻഡ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ, യൂണിറ്റ് 18 അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ ഒപ്റ്റിമൈസേഷൻ 1, advanced topics in optimization 2. And block 6 economic dynamics, unit 20 difference equation theory and economic applications, unit 21 differential equations. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് 7 ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ, അതിൽ 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഇന്റർടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ 1, ഇന്റർടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ 2, യൂണിറ്റ് 23, ആൻഡ് യൂണിറ്റ് 24 എക്കോണമിക് അപ്ലിക്കേഷൻസ് ഓഫ് ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ. Block 8 probability and probability distributions, unit 25 probability theory, unit 26 probability distribution 1, unit 27 probability distribution 2. Okay, and unit 9 in inferential statistics, unit 28 sampling theory, unit 29 sampling distributions, unit 30 estimations, unit 31 hypothesis testing. അപ്പോൾ QT ഇത്രയും യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 31 യൂണിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് മാത്സ് ഒക്കെ ഉള്ളത്, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രം മതി. ആൻഡ് നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള MEC 104 എക്കോണമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് മൊത്തം 8 ബ്ലോക്കുകൾ വരുന്നുണ്ട്. 30 യൂണിറ്റുകളാണ് ടോട്ടലായിട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി തിയറി ആയിട്ടുള്ള പേപ്പറാണ്. ഫസ്റ്റിലെ ഒരു 13 യൂണിറ്റോളം നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി യൂണിറ്റുകൾ നമ്മൾ ഗ്രോത്തിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കോണമിക് ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ
ഗ്രോത്തിന്റെ കൺസെപ്റ്റുകൾ, ഓരോ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള തിയറികൾ അങ്ങനെയായിരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ് 2 ഹാരോ ഡോമർ ഗ്രോത്ത് മോഡൽ. യൂണിറ്റ് 3 ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ ആൻഡ് ദ സോളോ മോഡൽ. യൂണിറ്റ് 4 ദ കാംബ്രിഡ്ജ് ഗ്രോത്ത് മോഡൽ. ഈ പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ്ലി തിയറിയാണ്, മാത്സ് ആയിട്ടുള്ളൊന്നും വരുന്നില്ല. അപ്പോൾ ഗ്രോത്ത് എന്താണ്, ഗ്രോത്ത് തിയറീസ് എന്താണ്, ഓരോ എക്കണോമിസ്റ്റുകളും ഗ്രോത്തിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത്. സെക്കൻഡ് ബ്ലോക്ക് ടെക്നോളജി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത്. Unit 5 technical change and economic growth. Unit 6 total factor productivity. Unit 7 distribution and growth. Unit 8 development plan models. And block 3 extension and critique of growth model. അതിൽ നമുക്ക് മൊത്തം 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 9 ഗ്രോത്ത് മോഡൽസ് വിത്ത് ഒപ്റ്റിമൈസേഷൻ agents and Unit 10 growth model under uncertainty. Unit 11 endogenous growth model 1. Unit 12 endogenous growth models 2. Unit 13 current debates in economic growth. And block 4 development and underdevelopment 1. അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 14 ഡെവലപ്മെന്റ് ഹ്യൂമൻ വെൽഫെയർ അപ്രോച്ച്. യൂണിറ്റ് 15 ഡെവലപ്മെന്റ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. യൂണിറ്റ് 16 ലേബർ മാർക്കറ്റ് ആൻഡ് ലേബർ മൈഗ്രേഷൻസ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 13 യൂണിറ്റ് വരെ നമുക്ക് ഗ്രോത്തിന്റെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക. കംപ്ലീറ്റ്ലി ഗ്രോത്ത് ആയിരിക്കും. ഇനി അങ്ങോട്ട് മൊത്തം ഡെവലപ്മെന്റ് എന്താണ്, എങ്ങനെ വരുന്നു, അതിന്റെ തിയറീസ് എന്താണ്, അതിനെ പറ്റി ഓരോ എക്കണോമിസ്റ്റുകളും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് വരുന്നത്. Block 5 development and underdevelopment 2. Unit 17 global supply chain. Unit 18 demographic changes and nutritional issues. Unit 19 behavioral economics and development. Unit 20 geography and economic development. And block 6 human rights and development. Unit 21 right based approach to development. Unit 22 gender and development. Unit 23 democracy and development. And block 7 state market and institutions. അതിൽ 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 24 റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ഡെവലപ്മെന്റ്. യൂണിറ്റ് 25 ഇൻസ്റ്റിറ്റ്യൂഷണൽ എവല്യൂഷൻ ആൻഡ് റിഫോംസ്. യൂണിറ്റ് 26 ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്. ആൻഡ് ബ്ലോക്ക് 8 റിഫ്ലക്ഷൻ ഓൺ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ്. അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നു. യൂണിറ്റ് 27 ദ ചൈനീസ് എക്കോണമി. യൂണിറ്റ് 28 ദ ഈസ്റ്റ് ഏഷ്യൻ എക്കോണമീസ്. യൂണിറ്റ് 29 ദ ബ്രസീലിയൻ എക്കോണമീസ്. യൂണിറ്റ് 13 ദ സൗത്ത് ആഫ്രിക്കൻ എക്കോണമീസ്. സോ ഈ ഒരു ലാസ്റ്റ് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ രാജ്യത്തിലുള്ള എക്കോണമിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് അന്ന് എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയായിരുന്നു എന്നുള്ള കമ്പാരിസൺസ് അടക്കം എല്ലാം വരുന്നുണ്ട്. അതും ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഈ ഒരു 30 യൂണിറ്റുകൾ വളരെ ചെറിയ യൂണിറ്റാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. MEC 109 റിസർച്ച് മെത്തഡ്സ് ഇൻ എക്കോണമിക്സ്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും, എന്നാലും തിയറീസ് നമുക്ക് കൂടെ വരുന്നുണ്ട്. പ്രോബ്ലം പേപ്പർ ആണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്രോബ്ലം പേപ്പേഴ്സ് അല്ല, എന്ന തിയറി രണ്ടും മിക്സ്ഡ് ആണ്. So first block എന്ന് പറഞ്ഞാൽ research methodology, issues and perspectives. Unit 1 research methodology, conceptual foundation. Unit 2 approaches to scientific knowledge, positivism and post-positivism. Unit 3 models of scientific explanations. And Unit 4 debates on model explanation in economics. Block 2 research design and measurement. അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നു. യൂണിറ്റ് 6 എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ആൻഡ് മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ച്. യൂണിറ്റ് 7 ഡാറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻ. യൂണിറ്റ് 8 മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. ബ്ലോക്ക് 3 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് 1. അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നു. യൂണിറ്റ് 9 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ. ആൻഡ് യൂണിറ്റ് 10 മൾട്ടി വേരിയബിൾ റിഗ്രഷൻ മോഡൽസ്. യൂണിറ്റ് 11 മെഷേഴ്സ് ഓഫ് ഇൻഇക്വാലിറ്റി. ആൻഡ് യൂണിറ്റ് 12 കൺസ്ട്രക്ഷൻ ഓൺ കോമ്പോസിഷൻ ഇൻഡെക്സ് ഇൻ സോഷ്യൽ സയൻസ്. ആൻഡ് ബ്ലോക്ക് 4 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് 2. അതിൽ നമുക്ക് 5 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 13 മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, ഫാക്ടർ അനാലിസിസ്. യൂണിറ്റ് 14 canonical correlation analysis. Unit 15 cluster analysis. Unit 16 correspondent analysis. Unit 17 structural equation modeling. Block 5 qualitative methods. 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 18 പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ്. യൂണിറ്റ് 19 കണ്ടന്റ് അനാലിസിസ്. യൂണിറ്റ് 20 ആക്ഷൻ റിസർച്ച്. ബ്ലോക്ക് 6 ഡാറ്റാബേസ് ഓഫ് ഇന്ത്യൻ എക്കോണമി. Unit 21 macro variable data, national income, saving and investment. Unit 22 agricultural and industrial data. Unit 23 trade and finance. Unit 24 social sector. അടുത്തതായിട്ട് MEC 205 ഇന്ത്യൻ എക്കോണമിക് പോളിസി. അപ്പോൾ ഇന്ത്യൻ എക്കോണമിക് പോളിസി ആക്ച്വലി തിയറി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതിൽ നമുക്ക് 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. യൂണിറ്റ് 2 ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. യൂണിറ്റ് 3 ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് ഇറ്റ്സ് implications. Unit 4 natural resources. Unit 5 physical and social infrastructure. And block 2 development strategies.
3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 6 സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, യൂണിറ്റ് 7 എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 8 മേജർ ഡെവലപ്മെന്റ് ഇൻ ദ പോസ്റ്റ് എക്കണോമിക് റിഫോംസ് പീരിയഡ്. And block 3 monetary and fiscal policies. Unit 9 inflation and monetary policies. Unit 10 capital market and its regulations. Unit 11 fiscal policy and fiscal responsibility and budget management, FRBM Act. And Unit 12 major development on union state relations. Block 4 sector specific issues and policies. Unit 14 large scale industrial in India issues and policy. Unit 15 micro, small and medium enterprises issues and policies. Unit 16 service sector 1 organized sectors issues and policy. Unit 17 service sector 2 informal sector issues and policies. And block 5 external sectors and trade policy. അതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. സോ യൂണിറ്റ് 18 ട്രേഡ് പോളിസി, യൂണിറ്റ് 19 ഫോറിൻ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, യൂണിറ്റ് 20 ഫോറിൻ ക്യാപിറ്റൽ. Block 6 major issues confronting the Indian economy. Unit 21 poverty, malnutrition and inclusive growth policy implications. Unit 22 employment and unemployment policy challenges. Unit 23 social security measures in India. Unit 24 regional disparities in India policy implications. Unit 25 ingredient of good governance. അപ്പൊ ഇത്രയാണ് നമുക്ക് സിലബസ്. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന സബ്ജക്റ്റുകളും അതിൽ വരുന്ന ബ്ലോക്കുകളും അതിൽ വരുന്ന യൂണിറ്റുകളും ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മുടെ അസൈൻമെന്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ അസൈൻമെന്റ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് ഇയറിൽ 6 സബ്ജക്റ്റ് ഉണ്ട്. സോ 6 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് മാർച്ച് 31 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്താണ്, അതിനുള്ളിലായിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ സമയമാകുമ്പോഴേക്കും ഇഗ്നു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിലീസ് ചെയ്യും. നമ്മുടെ എക്സാം പാറ്റേണിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്ന് പറയുന്നത് സെയിം പാറ്റേൺ ആണ് വരുന്നത്. അതായത് 20 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 essay ആയിട്ടാണ് എഴുതാനുണ്ടായിരിക്കുക. 10 അല്ലെങ്കിൽ 12 മാർക്കിന്റെ 4 ഷോർട്ട് essay എഴുതാൻ, 5 6 മാർക്കിന് വരുന്ന ഷോർട്ട് നോട്ടുകളും എഴുതാനായിട്ടുണ്ടായിരിക്കും. സെയിം ക്വസ്റ്റ്യൻസ്, സെയിം പാറ്റേൺ ആണ് എക്സാംസിലും, സെയിം പാറ്റേൺ ആണ് അസൈൻമെന്റ്സിലും നമുക്ക് വരുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മുടെ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ്. അവരാണ് അസൈൻമെന്റ്സിന് മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി സെന്റർ എന്ത് പറയുന്നു ആ റൂൾസ് വേണം നമ്മൾ അസൈൻമെന്റ്സ് എഴുതാനായിട്ട് പാലിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ A4 ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ A4 നമ്മൾ ആൻസേഴ്സ് എഴുതുന്നു. അപ്പൊ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ പാലിക്കണം. ഒത്തിരി റൂൾസ് ഉണ്ട്. A4 എഴുതുക, ചിലപ്പോൾ 2 സൈഡ് എഴുതാൻ പറ്റും ചില സ്റ്റഡി സെന്റേഴ്സിൽ. ചില സ്റ്റഡി സെന്റേഴ്സ് 1 സൈഡ് മാത്രമാണ് അലോ ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിനെ വിളിച്ച് അന്വേഷിക്കണം എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, നമ്മുടെ അസൈൻമെന്റ്സ് എല്ലാം 100-ലോട്ടാണ്. നമുക്ക് 40% ആണ് പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ സബ്ജക്റ്റും ചുരുങ്ങിയത് 30 പേജ് എന്തായാലും ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര പേജുകൾ നമുക്ക് എഴുതാം, ചുരുങ്ങിയത് 30 പേജ് എന്തായാലും ഉണ്ടായിരിക്കണം. സോ നമ്മൾ അസൈൻമെന്റ്സ് എഴുതിയിട്ടുള്ള A4 ആൻസർ ഷീറ്റിന്റെ മുകളിലായിട്ട് ആ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇവാലുവേഷൻ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, ഇങ്ങനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു 6 എണ്ണം സെപ്പറേറ്റ്ലി ഇതുപോലെ 6 ഫ്രണ്ട് ഷീറ്റ് വേണം, 6 ഇവാലുവേഷൻ ഷീറ്റ് വേണം, 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, 6 ആൻസർ ഷീറ്റുകളും ഉണ്ടായിരിക്കും, 6 സബ്ജക്റ്റിന്റെയും ആൻസർ ഷീറ്റുകൾ. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ്ലി എല്ലാം കെട്ടിയിട്ട് പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും. അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നൊരു പ്രൂഫായിട്ട് നമുക്കൊരു റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ റിസൾട്ടൊക്കെ, അസൈൻമെന്റിന്റെ റിസൾട്ടൊക്കെ വരുന്നവരെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം ഇൻ കേസ് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ സൈഡിൽ നിന്ന് പോലും നമ്മുടെ അസൈൻമെന്റ്സ് മിസ്സായി കഴിഞ്ഞാൽ, നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റഡ് ആണ് എന്ന് കാണിക്കാൻ ഒരു പ്രൂഫ് നമുക്ക് അത്യാവശ്യമാണ്. ആ പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പൊ അത്രയാണ് അസൈൻമെന്റ്സിന്റെ കാര്യത്തിൽ വരുന്നത്. ഇൻ കേസ് അവർ പറയുവാണ് നമുക്ക് അക്നോളജി സ്ലിപ്പ് ഒന്നും ഈ സ്റ്റഡി സെന്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതുപോലെ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ അസൈൻമെന്റ്സുകൾ എല്ലാം ഒന്ന് വീഡിയോസോ ഫോട്ടോ ഒക്കെ ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റഡി സെന്ററിൽ നിന്നും ഒരു സീലോ അല്ലെങ്കിൽ ഒരു സൈനോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു പ്രൂഫ് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. അടുത്ത ടേം ആൻഡ് എക്സാമിനേഷൻ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് നമുക്ക് നെക്സ്റ്റ് ജൂണിലാണ് വരുന്നുണ്ടാവുക. കാരണം നമ്മളിപ്പോൾ ജൂലൈ 25 ബാച്ച് ആയിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ജൂണിലാണ് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് വരുന്നത്. സോ ജൂണിൽ എക്സാംസ് വരുമ്പോൾ ഏകദേശം ഏപ്രിൽ മന്ത് ആകുമ്പോഴേക്കും നമ്മൾ എക്സാംസിന് രജിസ്റ്റർ ചെയ്തതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അതിന്റെ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. കാരണം എക്സാംസ് എഴുതാനുള്ള എക്സാം സെന്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എക്സാം സെന്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി എഴുതാൻ പറ്റുന്ന സെന്റേഴ്സുകൾ നിങ്ങൾ ആ സമയത്ത് ചൂസ് ചെയ്യുക. അപ്പൊ തന്നെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ല, നിങ്ങൾ വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള തൊട്ടടുത്തുള്ള ചിലപ്പോൾ സെന്റേഴ്സ് ഫില്ലായി കാണും. പിന്നെ എവിടെയാണോ സീറ്റ് ഒഴിവുള്ളത് അവിടെ പോയി നമ്മൾ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്ന ഓൺ ടൈമിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. എക്സാംസും നമുക്ക് എല്ലാം 100 തന്നെയാണ്. 40% ആണ് നമുക്ക് പാസ് മാർക്കായിട്ട് വരുന്നത്. ജൂണിലാണ് എക്സാംസ് വരുന്നത്. ഇഗ്നു ഒരു ഇയറിൽ 2 ടൈംസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. അപ്പൊ നമുക്ക് ജൂണിലാണ് ഫസ്റ്റ് ഇയർ എക്സാം വരുന്നത്. പക്ഷേ ഇൻ കേസ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്ന എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സാംസ് നമുക്ക് കമ്മിങ് ഡിസംബറിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 3 മണിക്കൂറാണ് എക്സാംസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സെയിം പാറ്റേൺ തന്നെയായിരിക്കും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനും ഉണ്ടായിരിക്കാം. സോ ഈ ഒരു 3 മണിക്കൂറിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 40% തന്നെയാണ് പാസ് മാർക്കായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മുടെ അസൈൻമെന്റ്സ് നമ്മൾ എഴുതി കിട്ടിയ മാർക്കിന്റെ, അതായത് 100-ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയ മാർക്കിന്റെ 30% പ്ലസ് നമുക്ക് എക്സാംസിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ, 100-ൽ എത്ര മാർക്ക് കിട്ടി അതിന്റെ 70%. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ മൈക്രോ എക്കണോമിക്സിന്റെ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു നിങ്ങൾക്ക് 100-ൽ ഒരു 95 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 95 മാർക്കിന്റെ 30%, അതുപോലെ മൈക്രോ എക്കണോമിക്സ് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് 100-ൽ ഒരു 80 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 80 മാർക്കിന്റെ 70%. അപ്പൊ ഈ ഒരു 70%-ഉം ഈ ഒരു 30%-ഉം രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി പറയാനായിട്ടുള്ളത്, നമ്മൾ ഇത്രയും നേരം നമ്മുടെ സിലബസ് കാര്യങ്ങൾ, എക്സാംസ്, അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്നും എന്തൊക്കെ സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്, പഠിക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഫാത്തിമ മാമിനെ ക്ഷണിക്കുകയാണ്. സോ ഹായ് എവ്രി വൺ. എന്താ പറയാ, തഹസിൻ മാം ഇത്രയും നേരം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും അല്ലെ എങ്ങനെയാണ് പഠിക്കുന്നത്, അതിന്റെ ബ്ലോക്സ്, യൂണിറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, എക്സാംസ്, അസൈൻമെന്റ്സ് എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലേൺ വൈസിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ഈ പറയുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ റെക്കോർഡഡ് ലെക്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചർ വീഡിയോസും കാര്യങ്ങളും എല്ലാം ആപ്പിൽ എന്താണ് അവൈലബിൾ ആണ്. ആപ്പിൽ പോയാൽ കണ്ടന്റ് എടുത്താൽ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സബ്ജക്ട്സും കാര്യങ്ങളും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ എല്ലാ സബ്ജക്ട് ഇലക്ടീവ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ റെക്കോർഡ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ എന്താ പറയാ സബ്ജക്റ്റിന്റെയും ഒരു ഷോർട്ട് ആയിട്ടുള്ള നോട്ടാണ് ബേസിക്കലി വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള നോട്ടായിരിക്കും. എല്ലാത്തിനെയും കുറിച്ചും ഷോർട്ട് ആക്കിയിട്ടായിരിക്കും അതിൽ എന്താണ് ഉള്ളത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ SLM ആണ്, അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ്. ഇഗ്നോയിന്റെ ടെക്സ്റ്റ് ബുക്കിനെയാണ് നമ്മൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് SLM എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന SLM അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസിൽ നമ്മൾ ആപ്പിൽ ഇതിന്റെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന വാല്യൂ ആഡഡ് നോട്ടിന്റെ PDF-ഉം SLM എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വീഡിയോന്റെ താഴെ എന്താണ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എക്സാം PDF പോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഗൈഡ് ബുക്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് ഫുൾ ആയിട്ട് കഴിയുമ്പോഴോ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം PDF റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നോക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് പാത്ത് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വളരെ
ഉള്ള ഒരാളാണ്, ഇപ്പൊ യൂഷ്വലി ഒരാൾ കാണുന്നത് പോലെ വീഡിയോ ക്ലാസ് ഇപ്പോൾ ഒരെണ്ണം വെച്ച് ഡെയിലി കാണാൻ പറ്റുന്നില്ല, അതിനുള്ള സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ലെക്ചർ വീഡിയോസ് 1.25x വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനിയിപ്പോ അതിൽ കൂട്ടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടാം. കാണുമ്പോൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കണം എന്നേ ഉള്ളൂ. 1.25x ഇട്ടാൽ കുറച്ചുകൂടെ സ്പീഡിൽ വീഡിയോസ് മുന്നോട്ടേക്ക് പോകും. അതേപോലെ തന്നെ വാല്യൂ ആഡ് നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബിസി വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പൊ എക്സാം അടുത്തിരിക്കുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും എല്ലാ വീഡിയോ ക്ലാസ്സും കണ്ടിട്ടില്ല, നോട്ട്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പീഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ള ഗൈഡ് ബുക്ക് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എക്സാമിന്റെ സമയത്ത് ഒരു ബിഫോർ ഒരു 1 or 2 weeks ബാക്ക് നമ്മൾ ഒരു PYQA പറഞ്ഞിട്ടൊരു PDF അതുപോലെ വീഡിയോ സീരീസും യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. PYQA എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നാണ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലെ ഒരു 5 year ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ പറയുകയാണ്. ഓക്കെ, ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത്, ആൻഡ് അതിന്റെ ബേസിസിൽ നമ്മൾ നിങ്ങൾക്ക് ഏത് എക്സാം, ഇപ്പൊ നെക്സ്റ്റ് ഇയർ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇയറിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന് ആൻസേഴ്സ് എഴുതുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണം, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗൈഡ് ബുക്ക് ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഗൈഡ് ബുക്ക് ആണ് PYQA എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അത്രയും നമ്മൾ സപ്പോർട്ട് എക്സാമിന്റെ എന്താ പറയാ ആ ഒരു ടൈമിൽ നമ്മൾ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം വളരെ ടഫ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാല്യൂ ആഡഡ് നോട്ടും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഡയഗ്രാംസ്, ഷോർട്ട് നോട്ട്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞായിരുന്നു, ബിസി വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.25x സ്പീഡിൽ വീഡിയോസ് കണ്ടാൽ അത് വളരെ വേഗം പൊക്കോളുന്നു. ഇനി നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് അതൊരു ടഫ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം കാണാൻ വേണ്ടി പറ്റും. സ്ലോ മോഡിൽ ഇട്ടാൽ ആ ഒരു എന്താ പറയാ അത് നോക്കി നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതി പതുക്കെ പതുക്കെ അത് മനസ്സിലാക്കി എടുക്കാം. പിന്നെ എക്സാം PDF അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഹെൽപ്പ് ചെയ്യും അല്ലെ. എക്സാമിന് മുന്നേ ഇതൊക്കെ പഠിക്കുമ്പോൾ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ 11 വയസ്സിലെ ടൂൾസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ലെക്ചേഴ്സ് ഉണ്ട്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ഒരു പുതിയൊരു യൂണിറ്റ് പഠിക്കാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ ക്യാൻ സ്റ്റാർട്ട് ഓർ റിവൈസ് എ യൂണിറ്റ് എന്താ പറയാ ബൈ വാച്ചിങ് ദ ലെക്ചർ നോട്ട്. പിന്നെ റിവൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ 1.25 നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ ക്ലാസ് വേഗം കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും, വേഗം പഠിക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സുകൾ, ഡെഫിനിഷൻസ് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അതൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മിനിറ്റിൽ നിങ്ങളുടെ ഫാക്കൽറ്റി ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിനിറ്റ് എത്രയാണ് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ മിനിറ്റ് ഡ്രാഗ് ചെയ്ത് വീഡിയോയിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം. അല്ലാണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ ഇരുന്നിട്ട് ആ പോർഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതാണ് ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വിത്ത് മെന്റർഷിപ്പിലുള്ള ആൾക്ക്. സോ ആ ഒരു സമയത്താണെങ്കിലും നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട് ആണ്. നേരത്തെ പറഞ്ഞായിരുന്നു വളരെ എന്താ പറയുക വളരെ ഷോർട്ട് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് വാല്യൂ ആഡഡ് നോട്ടിലുള്ളത്. ഇപ്പൊ ഒരു നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു 1 paragraph 2 paragraph ഒക്കെ ഉള്ള ഒരു ടോപ്പിക് നമ്മൾക്ക് വാല്യൂ ആഡഡ് നോട്ടിൽ വരുമ്പോൾ ഒരു 3 to 4 ലൈൻസിലായിരിക്കും നമ്മൾ അതിന്റെ ഡെഫിനിഷൻസും അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻസും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വളരെ വേഗത്തിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റിന്റെ ഓവർവ്യൂ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ SLM നോക്കുന്നതിന് മുന്നേ ആ ഒരു യൂണിറ്റിനെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട് ഫസ്റ്റ് റെഫർ ചെയ്യാം. അതിൽ ഷോർട്ട് എക്സാമ്പിൾസും കീ ടേംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാല്യൂ ആഡഡ് നോട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് ഓരോന്ന് കണ്ടു കഴിയുമ്പോഴും SLM നിങ്ങൾ റെഫർ ചെയ്യണം. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ടും കൂടി നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ റെഫർ ചെയ്ത് പോവാ. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എക്സാം PDF ആണ് അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. സോ എക്സാമിന്റെ സമയത്ത്
സമയത്ത് മാത്രമല്ല, അതിന് മുന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ എക്സാമിന്റെ സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാം പീരിയഡ് യൂസ് ചെയ്താൽ കുറെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ആൻഡ് ഓൾസോ എക്സാമിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ ഇരുന്നിട്ട് ഒരു 3 hour സ്പെൻഡ് ചെയ്ത് ആ ഒരു എക്സാം വൈബ് തന്നെ നിങ്ങൾക്ക് റൂമിൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കിപ്പം അത്രയും ടൈമിനുള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനും അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാം പീരിയഡ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, അത് ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ടൂൾസ് കോഴ്സ് സ്റ്റഡി സ്റ്റാക്ക് ആണ്. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. നേരത്തെ തഹസീൻ മാം പറഞ്ഞാൽ അസൈൻമെന്റ് സബ്മിഷന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എപ്പോഴാണ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ബുക്ക് ലോഞ്ച് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയാ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ബുക്ക് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് എഴുതാൻ നേരത്ത് ഈ പറഞ്ഞ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കിലെ പോയിന്റ്സും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതാം. ഓക്കെ. പെട്ടെന്ന് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്താലാണ് നല്ല മാർക്ക് കിട്ടുക എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ കാണും. സോ അങ്ങനെയുള്ള ഏതൊക്കെ പോയിന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ തരുന്ന ബുക്കാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ബുക്കാണ്. നെക്സ്റ്റ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നിങ്ങൾക്ക് മുൻകാല ചോദ്യ പേപ്പർ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നമുക്ക് എക്സാമിന് ഒരു 1 week ബാക്ക് ഒക്കെ ആയിരിക്കും നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് റെഫർ ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ഏറ്റവും റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിനെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. ഇനി വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്തിട്ടുള്ള ലേണേഴ്സിനുള്ള എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അതിൽ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. മെയിൻ ആയിട്ട് നോക്കുക വിത്ത് മെന്റർഷിപ്പിലുള്ള കുട്ടികൾക്കാണ് ലൈവ് സെഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ബ്ലോക്ക് ഉണ്ടെന്ന് തഹസീൻ മാം പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈം ടേബിൾ നമ്മളിപ്പോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരും. സോ ഒരു ടൈം ടേബിളിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഏതൊക്കെ ടൈമിൽ പഠിക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ബ്ലോക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ലൈവ് എന്ന് പറയുന്ന ഒരു കാര്യം കാണും. സോ ലൈവ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു ബ്ലോക്ക് കവർ ചെയ്യുമ്പോൾ നമ്മൾ ബൈ ദ എൻഡ് ഓഫ് ദാറ്റ് വീക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, ലൈവ് സെഷൻ പ്രൊവൈഡ് ചെയ്യും. വീക്ക്ലി ട്വൈസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ആ ഒരു വീക്കിൽ കാണും. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണോ ടൈം ടേബിൾ ലൈവ് ഉള്ളത് ആ ഒരു വീക്കിലായിരിക്കും നെക്സ്റ്റ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി 1 hour ലൈവ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സസ് പ്രീ റെക്കോർഡഡ് ലെക്ചർ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആപ്പിൽ, അതിൽ വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ലൈവിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സമ്മറി, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മൾ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റിനോട് ചോദിക്കാം. ഓക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും ബിഫോർ എക്സാം. അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, ഓരോ ബ്ലോക്കിൽ എന്തൊക്കെ നോക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കും എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിത്ത് മെന്റർഷിപ്പ് പാക്കേജിലുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് ഇഗ്നോയുടെ മോഡൽ എക്സാംസ് ഒരു 1.5 month അല്ലെങ്കിൽ 2 months ബാക്ക് നമ്മൾ ഇഗ്നോ എക്സാമിന്റെ മെയിൻ എക്സാമിന് മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ചൂസ് ചെയ്തിട്ട് അതിന്റെ എക്സാമും കാര്യങ്ങളും നമ്മൾ സൂം മീറ്റിംഗിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ നമ്മൾ ടേമിന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കും വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു എക്സാം നിങ്ങൾക്ക് ആ പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കണക്ട് ചെയ്താൽ അവർ നിങ്ങളെ കണക്ട് ചെയ്തിട്ട് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. ആൻഡ് നമ്മൾ അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ അക്കാഡമിക് വൈസ് അല്ലാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന 2 ഫീച്ചേഴ്സ് ആണ് ഹാപ്പിനെസ് അംബാസിഡർ ആൻഡ് EEP. നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി, സ്ട്രെസ്സോ, ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് യുവർ മെന്റർ. മെന്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് അയച്ചു തരും. സോ ആ ലിങ്കിൽ കയറി ഹാഫ് ആൻ അവർ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 1/2 മണിക്കൂറിലേക്കുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക യു ക്യാൻ യൂസ് ദിസ് ഫീച്ചർ. ഓക്കെ. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. സോ നമുക്കറിയാം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ
പോയാലായിക്കോട്ടെ, എന്തിന് നമ്മളിപ്പോ ഇഗ്നോയുടെ എക്സാം പോലും നമുക്കറിയാം അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഇപ്പൊ കുറെ നാളൊക്കെ ആയിട്ട് പഠിത്തം എന്താ പറയാ, +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച ആളുകളൊക്കെ കാണും, മേ ബി ഒരു 5-10 years ബാക്ക് ഒക്കെ. സോ അവർക്കൊക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആയിരിക്കും എങ്ങനെ ഈ പറയുന്ന നിങ്ങൾക്ക് മനസ്സിൽ ഓരോരോ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് കാണും പഠിച്ചത്, ബട്ട് നിങ്ങൾക്ക് അത് പേപ്പറിലേക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അവിടെ നമ്മൾ എന്താണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മെന്റർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഓൾസോ വി പ്രൊവൈഡ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, സോ ഇതൊക്കെ വിത്ത് മെന്റർഷിപ്പ് പാക്കേജിൽ വന്നിട്ടുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ നിങ്ങൾ പലരും ചിലപ്പോൾ നിങ്ങളുടെ മെന്റേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, ടൈം ടേബിൾ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. സോ അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്, അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട്. ഇതിൽ നോക്കിയിട്ട് ഇതിന്റെ കലണ്ടർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളും ഇനി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അക്കാഡമിക് ടൈം ടേബിളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തൗസിൻ മാമിനെ വെൽക്കം ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആക്ഷൻ ടാസ്ക് മാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ആക്ഷൻ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, നമ്മൾ എല്ലാ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ആ ഒരു സെഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. സോ അതും മാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ സെഷൻ ക്ലോഷർ പറയാം. ഇപ്പൊ ഇതിലൂടെ കഴിഞ്ഞിട്ട് മാം നിങ്ങൾക്ക് ടൈം ടേബിളും ആക്ഷൻ ടാസ്കും ഒന്ന് ഷെയർ ചെയ്ത് പറഞ്ഞു തരും. നമ്മൾ ഈ ഒരു എന്താ പറയാ സെഷനിൽ നമ്മളുടെ പ്രോഗ്രാം ഡീകോഡ് ചെയ്തല്ലേ, നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ ബ്ലോഗ്സ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ എന്തൊക്കെ റിസോഴ്സ് ആണ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈക്ക് റെക്കോർഡ് ലെക്ചേഴ്സ്, ഹെൽപ്പ് ബുക്ക്, എക്സാം പീഡിയ, അസൈൻമെന്റ് ഗൈഡ്, PYQUA, ഇതൊക്കെ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, പറഞ്ഞു വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് തിങ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആക്ഷൻ ടാസ്കും മാം എന്ത് ചെയ്ത് തരും, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരും. സോ അതിനു വേണ്ടി ഞാൻ തൗസിൻ മാമിനെ വെൽക്കം ചെയ്യാണ്. സോ ഈ ഒരു ടൈം ടേബിളില് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ആയിട്ട് ലെസൺ ടൈം 10:30 AM, അതുപോലെ അവിടെ 10:30 AM 7:30 AM ആണ്. സോ എന്താന്ന് വെച്ചാൽ നമ്മുടെ അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഫ്രീ ടൈം ഉള്ളത് ഈ ഒരു ടൈം നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾ മോർണിംഗ് ഒരു ടൈം ഈവനിങ് ഒരു ടൈം ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. രാവിലെ ഒരു ലെസൺ പഠിക്കുക, ഈവനിങ് ഒരു ലെസൺ പഠിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഉച്ചയ്ക്കാണ് ഫ്രീ ആവുന്നത്, ഉച്ചയ്ക്ക് പഠിക്കാം. അതല്ല നൈറ്റ് ആണ്, നൈറ്റ് പഠിക്കാം. ഓക്കെ, ടൈം നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ 15 ഓഗസ്റ്റ് മുതലാണ് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓരോ ദിവസത്തെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, അത് ഏത് ഡേ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 15 ഓഗസ്റ്റ് ഇന്നലെ ആയിരുന്നു, ഫ്രൈഡേ ആയിരുന്നു. സോ ഇന്നലത്തെ തൊട്ടുള്ള ടൈം ടേബിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്നലെ കാണേണ്ടിയിരുന്നത് ഇന്ത്യൻ എക്കോണമിക് പോളിസി, അതായത് MEC 205 ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതുപോലെ ബ്ലോക്ക് 1 ലെസൺ 1 എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോണമിക് പോളിസിയുടെ വീഡിയോ ആയിരുന്നു നമുക്ക് ഇന്നലെ കാണേണ്ടിയിരുന്നത്. സോ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നതുകൊണ്ട് നമുക്ക് സെക്ഷൻസ് ഉണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ ഡേറ്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ 16 ഓഗസ്റ്റ് 2025 കൊടുത്തിട്ടുണ്ട്, സാറ്റർഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് കാണാനായിട്ടുള്ളത് ഇന്ത്യൻ എക്കോണമിക് പോളിസിയുടെ ബ്ലോക്ക് 1 ലെസൺ 2 എന്ന് പറയുന്ന ലെസണും അതുപോലെ ലെസൺ 3 എന്ന് പറയുന്ന ബ്ലോക്ക് 1 ലെസൺ. ഈ ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത് ഇങ്ങനെയാണ്. അതായത് അതാത് ദിവസങ്ങളിൽ ഏത് സബ്ജക്റ്റിന്റെ വീഡിയോ കാണണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഈ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്ത് പോകാനായിട്ട്. അതുപോലെ ഇവിടെ സൺഡേസിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഡേയ്സേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, സൺഡേ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഈ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു വീക്കിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ നമുക്ക് പെൻഡിങ് ആണല്ലേ, ഇന്നലത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതുപോലെ ലെസൺ 1 എന്ന് പറയുന്ന വീഡിയോ നമുക്ക് കാണാൻ പെൻഡിങ് ആയിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, നാളെ സൺഡേ അത് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ടൈം ടേബിൾ ഇന്ന് തൊട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക.
ഓക്കെ, കാരണം ടൈം ടേബിൾ പ്രോപ്പറായിട്ട് പോയാൽ മാത്രം നമുക്ക് ലൈവ് സെക്ഷൻസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു യെല്ലോ ലൈൻ കാണുന്നതാണ് നമ്മുടെ ലൈവ് സെക്ഷൻസ് നടക്കുന്ന ഡേറ്റുകൾ. ഇവിടെ നമുക്ക് റിവിഷൻ ടൈം, ലൈവ് സെക്ഷൻ, സെൽഫ് സ്റ്റഡി എന്ന് കാണാം ഈ ഒരു ദിവസം. അതായത് ഇവിടെ ഇപ്പോൾ യെല്ലോ ലൈൻ കാണുന്നത് 20 ഓഗസ്റ്റിനും 21 ഓഗസ്റ്റിനുമാണ്. ഈ ഒരു സെയിം ഡേറ്റിലായിരിക്കും ലൈവ് നടക്കുക എന്നുള്ളതല്ല. ഈ ഒരു കാരണം നമുക്ക് ഇപ്പോൾ ഓറിയന്റേഷൻ ഓൺഗോയിങ് ആയതുകൊണ്ട് ഈ ഒരു ഡേറ്റിൽ നമുക്ക് ഫസ്റ്റ് ലൈവിന്റെ ബ്ലോക്ക് 1ന്റെ ലൈവ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു അതാത് ദിവസങ്ങളാണ് നമുക്ക് ലൈവ് സെഷൻസ് വരിക. ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് ലൈവ് സെഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഓൺ ടൈമിങ്ങിൽ തന്നെ ഈ ഓരോ യൂണിറ്റുകളും ഈ ഓരോ ലെസൺസിന്റെ വീഡിയോസും പഠിച്ചു പോകണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ സെക്ഷൻസ് ഉണ്ടാവും. സൂമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഫാത്തിമ മാം പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ആണ് ഉണ്ടാവുക. 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ നമ്മുടെ ആപ്പിന് തന്നെ 2 daysനകം നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാം. ഏതെങ്കിലും ഡേ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് സൺഡേ കവർ ചെയ്യും. ഇനി അതെല്ലാം എല്ലാം കവേർഡ് ആണെന്നുണ്ടെങ്കിൽ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ത്യൻ എക്കോണമിക് പോളിസി എന്ന സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇന്ത്യൻ എക്കോണമിക് പോളിസി നമുക്ക് 16 സെപ്റ്റംബറിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റിസർച്ച് മെത്തഡ്സ് ഇൻ എക്കോണമിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും ലൈവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് QT ആണ്. QT സബ്ജക്റ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയിൽ ഒത്തിരി റിവിഷൻ ടൈമും ലൈവ് സെഷൻസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് നടക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ റിവിഷൻ ടൈം ഒന്നെങ്കിൽ റിവിഷൻ ടൈം ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് പെൻഡിങ് ഉള്ളത് കവർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഇങ്ങനെ 3 കാര്യത്തിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് നമുക്ക് സ്റ്റഡി ലെവൽ, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ 3 സബ്ജക്റ്റുകളാണ് കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആഫ്റ്റർ ഈ ഒരു 3 സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, റിവിഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇപ്പൊ ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് എല്ലാ സെക്ഷൻസിന്റെയും എൻഡിൽ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക, ഇവിടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ ഇഗ്നോയിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അത് കൊടുക്കുക. അതായത് MA എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ അസൈൻമെന്റർ അല്ലെങ്കിൽ LSC നെയിം അത് ആരാന്നുള്ളത് കൊടുക്കുക. അസൈൻമെന്റർ ഞാനാണ്, സോ എന്റെ പേര് ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇനി നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ നമുക്കുള്ള 6 സബ്ജക്റ്റിനെയും നിങ്ങളൊന്ന് റാങ്ക് ചെയ്യുക. അത് റാങ്ക് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനായിട്ട് ഇഷ്ടം വരുന്നത്, ഏറ്റവും ഇഷ്ടത്തോടെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിന് റാങ്ക് 1 എന്ന് കൊടുക്കുക. അതിനുശേഷമുള്ള ഓരോന്നിനും എന്ത് ചെയ്യാം, ഓരോ റാങ്ക് വീതം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ റാങ്ക് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സബ്ജക്ട് ഏതാണ്, എന്തുകൊണ്ട് അത് കൊടുക്കാനുണ്ടായ റീസൺ അതെന്താന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തുള്ള സബ്ജക്ട് ഏതാണ്, ലാസ്റ്റ് റാങ്ക് കൊടുത്തത് ഏതാണ്, അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ റീസൺ കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, ചുമ്മാ ഒരു PG കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ, അതല്ല നിങ്ങൾക്ക് PhD പോകണോ, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ടിക്ക് ചെയ്യാം. ഇനി അതല്ല ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അതുപോലെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എന്താണെന്നുള്ളത്, അതായത് നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്, മോർണിംഗ് ആണോ ഈവനിങ് ആണോ, സാറ്റർഡേസിലും സൺഡേസിലൊക്കെ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്യാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അതേഴ്സിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ഈ ഒരു MA എക്കണോമിക്സ് എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രയായിരുന്നു എന്നതും അപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരിക്കും, ഇതെങ്ങനെ മുന്നോട്ട് പോകും, എന്ത് സപ്പോർട്ട് കിട്ടും, എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാം എന്തുമാത്രം പഠിക്കാനുണ്ട്, എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആക്ഷൻ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അപ്പൊ അത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഹൊറിസോണ്ടൽ ഫോം, ലാംഗ്വേജ് ഹൊറിസോണ്ടൽ ഫോം എന്ന് പറഞ്ഞിട്ട് അത് ആരെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു സെക്ഷൻ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ താങ്ക്സ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കോഴ്സസ്, കാര്യങ്ങൾ, ടൈം ടേബിൾ എല്ലാം. സോ താങ്ക് യു.